അമേരിക്കൻ രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങൾ ഉണ്ടാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയൊരു വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഭരണത്തിൽ തിരിച്ചെത്തിയാൽ രാജ്യത്തെ ഓരോ പൗരനും തീരുവ വരുമാനത്തിൽ നിന്നുള്ള ലാഭവിഹിതമായി $2000 വീതം അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ട്രൂത്ത് സോഷ്യലിലെ തന്റെ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഈ നയം വ്യക്തമാക്കിയത്. ഉയർന്ന വരുമാനമുള്ളവർ ഒഴികെയുള്ള എല്ലാ അമേരിക്കക്കാർക്കും ഈ തുക ഉറപ്പാക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ ഈ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് സാമ്പത്തിക നയങ്ങളുടെ ശക്തമായ തുടർച്ചയാണ്. തീരുവകൾക്ക് എതിരെ ശബ്ദമുയർന്നവരെ അദ്ദേഹം മണ്ടന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നു. അമേരിക്ക ലോകത്തെ ഏറ്റവും സമ്പന്നവും ആദരവും ലഭിക്കുന്ന രാജ്യമാണ്. ഇവിടെ ഇപ്പോൾ പണപ്പെരുപ്പം ഇല്ല. ഓഹരി വിപണികൾ റെക്കോർഡ് ഉയരത്തിലാണ്, ട്രംപ് അവകാശപ്പെട്ടു. നിലവിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന $37 ട്രില്യൺ ഭീമമായ കടബാധ്യത തീരുവ വരുമാനമായി ലഭിക്കുന്ന ട്രില്യൺ കണക്കിന് ഡോളർ ഉപയോഗിച്ച് തീർക്കുമെന്ന നിർണായക പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 1.77 ലക്ഷം രൂപയോളം വരുന്ന ഈ തുക സാധാരണ അമേരിക്കൻ പൗരന്മാർക്ക് വലിയൊരു ആശ്വാസമാകും. ഉൽപാദന മേഖലയിലും മറ്റ് വ്യവസായിക രംഗത്തും അമേരിക്കയിലേക്ക് നിക്ഷേപം ഒഴുകുകയാണ്. എല്ലായിടത്തും ഫാക്ടറികൾ തുറക്കും. ഇതിന്റെ എല്ലാം ഫലം സാധാരണ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്നതാണ് ട്രംപിന്റെ നയത്തിന്റെ കാതൽ. തീരുവയെ കേവലം നികുതിയായി കാണാതെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെയും പൗരന്മാരുടെ ക്ഷേമത്തിന്റെയും ഒരു മാർഗമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. ട്രംപ് പകരം തീരുവകൾ പ്രഖ്യാപിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തോടെയാണ്. ലോകത്തെ ഏതാണ്ടല്ലോ രാജ്യങ്ങൾക്കുമേൽ അദ്ദേഹം ഏകപക്ഷീയമായി തീരുവകൾ ചുമത്തി. ഇത് അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ വലിയ കോളിളക്കമുണ്ടാക്കി. എന്നാൽ ട്രംപിന്റെ വാദം പോലെ ഈ നയം സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ വിജയിച്ചു. മെയ് മാസത്തിൽ $23.9 ബില്യൺ ആയിരുന്നു തീരുവ വരുമാനം. തുടർന്നുള്ള ഓരോ മാസവും വരുമാനം വർദ്ധിച്ചു. ജൂലൈ മാസത്തിൽ ഇത് $29 ബില്യൺ എത്തി. 2025 സാമ്പത്തിക വർഷത്തിൽ തീരുവയായി ട്രംപ് സർക്കാർ ആകെ പിരിച്ചെടുത്തത് $215.2 ബില്യൺ ആണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 1 ആരംഭിച്ച 2026 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ $35.9 ബില്യൺ പിരിച്ചെടുത്തു കഴിഞ്ഞു. ഈ ഭീമമായ വരുമാനമാണ് പൗരന്മാർക്ക് ലാഭവിഹിതം നൽകാനുള്ള ട്രംപിന്റെ ആത്മവിശ്വാസം. എന്നാൽ ട്രംപിന്റെ ഈ തീരുവ പ്രഖ്യാപനങ്ങളെല്ലാം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് ട്രംപ് പകരം തീരുവ പ്രഖ്യാപിച്ചത്. എന്നാൽ US കോൺഗ്രസിനെ മറികടന്ന് ഇത്തരത്തിൽ ഏകപക്ഷീയമായ ഓരോ രാജ്യത്തിനുമേൽ തീരുവ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്ന നിയമപരമായ ചോദ്യമാണ് സുപ്രീം കോടതിക്ക് മുന്നിലുള്ളത്. 2 കീഴ്ക്കോടതികൾ ഇതിനോടകം ട്രംപിന് ഇത്തരത്തിൽ തീരുവ പ്രഖ്യാപിക്കാൻ അധികാരമില്ലെന്നും ഭൂരിഭാഗം പകരം തീരുവകളും നിയമവിരുദ്ധമാണെന്നും വിധിച്ചിരുന്നു. ഈ വിധിക്കെതിരെ ട്രംപ് സമർപ്പിച്ച അപ്പീലാണ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. കഴിഞ്ഞ ദിവസം വാദം കേൾക്കവേ സുപ്രീം കോടതി ജഡ്ജിമാർ ട്രംപിന്റെ അധികാരം സംബന്ധിച്ച് സംശയങ്ങൾ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കീഴ്ക്കോടതി വിധികൾ സുപ്രീം കോടതിയും ശരിവെച്ചാൽ ട്രംപിന് അത് കനത്ത ആഘാതമാകും. മാത്രമല്ല, ഇതിനകം വാങ്ങിയ ട്രില്യൺ കണക്കിന് ഡോളർ തീരുവയെല്ലാം അതത് കമ്പനികൾക്ക് തിരികെ നൽകേണ്ടിയും വരും. ഇത് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളുടെ അടിത്തറയെ തന്നെ തകർക്കുന്ന ഒരു സംഭവമാകും. നിയമപരമായി പ്രതിസന്ധികൾക്കിടയിൽ ട്രംപ് തുടർച്ചയായി സുപ്രീം കോടതിയെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. തീരുവകൾ അസാധുവാക്കിയാൽ അത് ദുരന്തമാകുമെന്നും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തീരുവ റദ്ദാക്കിയാൽ അമേരിക്ക 3ാം ലോക രാജ്യമായി കൂപ്പുകുത്തുമെന്നും ആഗോളതലത്തിൽ നാണം കെടുമെന്നും ട്രംപ് പലകുറി പറഞ്ഞത് സുപ്രീം കോടതിയുടെ തീരുമാനത്തെ സ്വാധീനിക്കാനായുള്ള തന്ത്രമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ സാമ്പത്തിക രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിൽ US-ൽ കഴിഞ്ഞ 40 ദിവസമായി നിലനിന്ന ഭരണസ്തംഭനം ഒടുവിൽ അവസാനിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ ഒടുവിൽ സമവായത്തിലെത്തി. സെനറ്റിൽ പണം ചെലവഴിക്കൽ ബിൽ പാസ്സാക്കുന്നതോടെ US-ന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൌണിനാണ് തിരശീല വീഴുന്നത്. ഷട്ട്ഡൌൺ മൂലം പിരിച്ചുവിട്ട ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാരെ തിരിച്ചെടുക്കാനും ഭാവിയിൽ ഇത്തരം പിരിച്ചുവിടൽ ഒഴിവാക്കാനുമുള്ള വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഷട്ട്ഡൌൺ കാരണം മുടങ്ങിക്കിടന്ന ഭക്ഷ്യ സബ്സിഡി പദ്ധതി 2026 സാമ്പത്തിക വർഷം ഉടനീളം ഇതിനുള്ള ഫണ്ട് ഉറപ്പാക്കാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഷട്ട്ഡൌൺ പരിഹാരമില്ലാതെ നീണ്ട പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ ഉപയോക്തൃ സംതൃപ്തി 3 വർഷത്തെ താഴ്ചയിലേക്ക് ഇടിഞ്ഞിരുന്നു. US-ൽ ട്രംപ് വിരുദ്ധ വികാരവും ഉയർന്നു വന്ന ഒരു ഘട്ടമായിരുന്നു ഇത്. ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിലടക്കം ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥികൾ ദയനീയമായി തോറ്റതും ഈ വികാരത്തിന്റെ പ്രതിഫലനമായി കണക്കാക്കപ്പെടുന്നു. US-ൽ ഷട്ട്ഡൌൺ പ്രതിസന്ധി അവസാനിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ആഗോള ഓഹരി വിപണികളിൽ ഉണർവേകി. കഴിഞ്ഞ ആഴ്ച US സമ്പദ് വ്യവസ്ഥയിലെ അസ്വസ്ഥതകളും AI കമ്പനികൾ നേരിട്ട കനത്ത വിറ്റൊഴിക്കൽ സമ്മർദ്ദവും മൂലം ഓഹരി വിപണികൾ കനത്ത നഷ്ടം നേരിട്ടിരുന്നു. 3% ഇടിഞ്ഞ നാസ്ഡാക്ക് കോമ്പസിറ്റ് സൂചിക ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും മോശം ആഴ്ചയിലൂടെയാണ് കടന്നുപോയത്. S&P 500 സൂചിക 1.5%, ഡൗ ജോൺസ് 1.2% എന്നിങ്ങനെയും ഇടിഞ്ഞിരുന്നു. ഷട്ട്ഡൌൺ അവസാനിച്ചതോടെ ഉണ്ടായ ഈ ഉണർവ് വിപണിക്ക് താങ്ങായി.
US-ൽ നിന്ന് വീശുന്ന ഉണർവിന്റെ കാറ്റ് ഏഷ്യൻ വിപണികളിലും ആവേശം സൃഷ്ടിച്ചു. AI അധിഷ്ഠിത കമ്പനികളുടെ ഓഹരികളിൽ വീണ്ടും വാങ്ങൽ താൽപര്യം ശക്തമായത് നിക്ഷേപകർക്ക് ഇരട്ടി മധുരമായി. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈന പണച്ചുരുക്കത്തിൽ നിന്ന് കരകയറിയതും ഏഷ്യൻ വിപണികൾ ആഘോഷമാക്കി മാറ്റുന്നുണ്ട്. ട്രംപിന്റെ $2000 വാഗ്ദാനം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. തീരുവ വരുമാനം പൗരന്മാർക്ക് നേരിട്ട് വിതരണം ചെയ്യാനുള്ള ഈ നീക്കം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ശക്തിപ്പെടുത്താൻ സഹായിക്കുമോ, അതോ സുപ്രീം കോടതിയുടെ തീരുമാനം അദ്ദേഹത്തിന്റെ ഈ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.